മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമായ ഒരു സിനിമയാണ് മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന ചിത്രം. ദൃശ്യം എന്ന ചിത്രത്തിന്റെ ആ വരവ് മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചു. ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ ആ സിനിമ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ചിത്രത്തിന് ഒത്തിരി റീമേഡുകൾ സംഭവിച്ചു. റീമേക്കായി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒത്തിരി എടുത്ത് ചെന്നു. പിന്നെ ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു. കൊറിയൻ, സ്പാനിഷ്, ഇനിയിപ്പോൾ ഹോളിവുഡിലേക്കും എത്താൻ പോകുന്നു. ദൃശ്യം എന്ന സിനിമ ഒരു ബെഞ്ച് മാർക്കായി മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നമ്മൾ മോഹൻലാലിൻ്റെ അഭിനയവുമായി മറ്റ് താരങ്ങളുമായിട്ടായിരുന്നു. മോഹൻലാലിൻ്റെയാണ് ബെറ്റർ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ആദ്യ സിനിമ ആരാണോ ചെയ്തത് അത് തന്നെയായിരിക്കും ബെറ്റർ. പിന്നെയുള്ളതെല്ലാം കമ്പാരിസൺ ചെയ്യുമ്പോൾ അതത്രയ്ക്ക് നന്നായിട്ടില്ല എന്ന് തന്നെ പറയും. അത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പിന്നെ അതിന് മുകളിൽ നിൽക്കുന്ന ചില സിനിമകളുണ്ട്. ആദ്യ സിനിമയെക്കാളും റീമേക്ക് ചെയ്ത സിനിമയാണ് ഗംഭീരമെന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു തമിഴകത്ത് ഗില്ലിയൊക്കെ അങ്ങനെ പലരും പറയുന്നുണ്ട്. അത് നമുക്ക് വിജയ് എന്ന താരം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ മഹേഷ് ബാബുവിനേക്കാളും ബെറ്ററായി വിജയ് ചെയ്യും, അത് നമുക്കറിയാം. കൂടുതൽ ഭാവങ്ങൾ മുഖത്ത് വരുമല്ലോ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ചെയ്തത് ദൃശ്യം എന്ന സിനിമ റീമേക്ക് ചെയ്തപ്പോൾ കമ്പാരിസൺ ചെയ്തത് കമലഹാസനും മോഹൻലാലുമാണ്. ലെജൻഡറി ആയിട്ടുള്ള രണ്ട് താരങ്ങൾ. അത് കമ്പാരിസൺ ചെയ്യുന്നതിന് ഭയങ്കര ഒരു ബോറാണ് സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അവരവരുടെ നിലയിൽ ഗംഭീര താരങ്ങളാണ്. എന്നാൽ അതിൻ്റെ ശരിക്കുമുള്ള വ്യത്യാസം കണ്ടുപിടിച്ചത് സാക്ഷാൽ കമലഹാസൻ തന്നെയാണെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. പണ്ടൊരു അഭിമുഖത്തിൽ അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു. അത് പലർക്കും അങ്ങോട്ട് അന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പലർക്കും അത് കറക്റ്റായി എന്നുള്ളതാണ്. കറക്റ്റ് ഒരു സാധാരണ പ്രേക്ഷകർ പോലും അങ്ങനെ ഒരു കാര്യം വീക്ഷിച്ച് കാണത്തില്ല. കമലഹാസൻ പോലൊരു താരം അത് റീമേക്ക് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും അദ്ദേഹം കണ്ടിരിക്കണമല്ലോ. അത് കണ്ടെത്തിയത് കമലഹാസൻ തന്നെയാണ്. നമ്മളെക്കാളും വിശദമായി അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു. കാരണം മോഹൻലാലിനെ പോലൊരു താരമല്ല കമലഹാസൻ. കമലഹാസന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അദ്ദേഹം ആ ക്യാരക്ടറിൽ കൊടുക്കുന്ന ഡെവലപ്മെന്റ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് വിളിക്കാവുന്ന താരമാണ് മോഹൻലാൽ. ഡയറക്ടർ എന്ത് കൊടുക്കുന്നു അതിൻ്റെ 10 മടങ്ങ് തരിക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. എന്നാൽ കമലഹാസൻ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ എത്രമാത്രം ബെറ്ററാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അതിനെ ഒന്നുകൂടെ റീടേക്ക് എടുത്ത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ഗംഭീരമാക്കാൻ ശ്രമിക്കും. അത് വേറെ രീതിയാണ്. അപ്പോൾ നമ്മൾ ജോർജ് കുട്ടി എന്ന കഥാപാത്രം കമലഹാസനും മോഹൻലാലും ചെയ്തു. ഈ രണ്ടുപേരെ നമ്മൾ കമ്പാരിസൺ ചെയ്തു. മലയാളികളെല്ലാവരും ഒന്നടങ്കം പറയും മോഹൻലാൽ തന്നെയാണ് ബെറ്റർ എന്ന്. പക്ഷേ അതിലെ വ്യത്യാസമാണ്, അവരഭിനയിച്ചതിലുള്ള വ്യത്യാസമാണ് കമലഹാസൻ എടുത്ത് പറഞ്ഞത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. மற்றபடி ஒவ்வொரு கேரக்டருக்கும் அவங்க நாங்கள்லாம் ஒரு யூனிட் ஆகிட்டோம். அப்புறம் ஓகே, நல்லது கெட்டதை ஒருத்தருக்கு ஒருத்தர் பகிர்ந்து கொள்வதும், இந்த காட்சியை இப்படி பண்ணிட்டா என்னன்னு சொல்லும்போது, நான் எழுதினேன், நானும் ஒரு ரைட்டர், எனக்கு சக்ஸஸ் ஆகிருக்கு, 3 லாங்குவேஜில் சக்ஸஸ் ஆகிருக்கு, அதை ஏன் சார் மாற்றலைங்கன்னு ஒரு வார்த்தை அவர் கேட்டது கிடையாது. நல்லா இருந்ததுன்னா அதை ஏற்றுக்குவார், பிடிக்கலன்னா அது வேண்டாமே அப்படின்னு அவ்வளோ கேஷுவலாக போச்சு அது. அதனால தான் கிளைமேக்ஸில் நீங்கள் பார்த்தீங்கன்னா ஒரிஜினல் திருஷ்யத்தில் அதோடைய போக்கும் அதான இதான அதுன்னு சொல்கிறவங்களும் இருப்பாங்க. அது மேம்போக்காக பார்க்குறவங்க. கொஞ்சம் ஆழச்சென்று பார்த்தீங்கன்னா அந்த ஜார்ஜ் குட்டிங்கிறவர் வந்து கெட்டிக்காரர், தற்காப்பு மிகுந்தவர், அன்பு உள்ளவர். ஆனால் நல்லவனான்னு கேட்டால் ஒரு டவுட் வரும். அவன் குற்றத்தை உணர்ந்தானா அது இருக்கலாம். பட் நல்லவனான்னு கேட்டால் குடும்பம்னு வரும்போது நல்லவனாவது கெட்டவனாவது அதை காப்பாற்றிருக்கான் அப்படிங்கிற ஒரு நியாயம்தான் வரும். ஆனால் இதில் பார்க்கும்போது உங்களுக்கு சுயம்பலிங்க நல்லவன் வம்புல மாட்டின்ட்டான். அவன் செய்த குற்றத்துக்கான அந்த பாவம்ங்கிறது தெரியும். ஈ ஃபீல்ஸ் இது ஒரு பாவச் செயல், இது ஃபர்ஸ்ட் டெட்லி சின் என்று ஜார்ஜ் குட்டி தான் அதை உணர்ந்திருக்கணும். ஃபர்ஸ்ட் டெட்லி சின் பைபிள் படி அதை விட ஜாஸ்தி உணரக்கூடியவனாக சுயம்பலிங்கத்தை உருவாக்க முடிஞ்சது. எமோஷனல். ஏன்னா ஐ ட்ரூலி பிலீவ் மர்டர் பண்ணக்கூடாது, அது எத்திக்கலி ராங்கிறத விட எ பார்ட் ஆஃப் மீ டைஸ் வினைக்கில். என்னுடைய படம் எதுவாக விரும்பாண்டி எடுத்துக்கிட்டாலும் சரி, தேவர் மகன் எடுத்துக்கிட்டாலும் சரி, ஹேராம் எடுத்துக்கிட்டாலும் சரி, கொலை பண்ணிட்டு நிம்மதியாக கோர்ட்டை மாற்றிடலாம். பட் நிம்மதியாக நீ வாழ முடியாதுங்கிறது தான் என்னுடைய மாரல் ஆஃப் மை லைஃப் ஸ்டோரி. அது எல்லா படத்துலையும் திரும்ப திரும்ப அது நிகழ்ந்து இருக்கும். கொலையை பற்றின வாசகங்கள் வரும் பொழுதெல்லாம் அதை பற்றி சொல்லணும்னு எனக்கு ஒரு இன்ட்ரெஸ்ட் உண்டு. அதில் அதுக்கு இடம் கொடுத்தாரு இந்த டைரக்டர். என்றென்றும் நானும் ஜெயமோகனும் அதுக்கு நன்றி கடன் பட்டிருக்கோம். அதில் ஜெயமோகன் வந்து என் வரி நான் எழுதியிருக்கேன்,
இதில் 4 லைன் வரியை விட்டுட்டீங்களே அப்படின்னு கேட்கவே இல்லை. உடைச்சு தான் பண்ணியிருப்போம் அது இதில். ஓகே. அந்த பேசும்போது இந்த கோர்வையாக எடுத்து நான் மனப்பாடம் பண்ணுற பழக்கம் வந்து எனக்கு ரொம்ப இந்த உத்தம வில்லனில் இரண்ய நாடகம் மாதிரி இருந்தால் தான் மனப்பாடம் பண்ணுவேன். அப்போ இது லைவ் அது டயலாக்ஸ் இதெல்லாம்? ஆமாம், கிட்டத்தட்ட லைவ். நீங்கள் தோணுது பேசுகிறீங்க நீங்களாங்க, தட் இஸ் ரெலவெண்ட்டாக? இல்லை, அதுதான் பிராண்டோலாம் பண்ணுற விஷயந்தான் அது. சிவாஜி சாரும் பண்ண விஷயந்தான், புதுசு ஒன்றும் இல்லை. இது இந்த துறைக்கு பெரிய நவீனம்னு சொல்ல மாட்டேன். பட் நல்ல நடிகர்கள்லாம் பண்ணுறதுன்னு எனக்கு தோன்ற விஷயம் அது. அது அந்த கோர்வை இதுதான். இதுக்கு அடுத்தது லைன் இது. நல்ல பேச்சாளர்கள் கூட அந்த லிஸ்ட் இருக்கும், டேபிள் ஆஃப் டிஓசி இருக்கும், ட்ராவல் கரெக்டாக, அந்த ட்ராவல் கரெக்டாக இருக்கும். பட் அதை எப்படி போவாங்கன்னு சொல்ல முடியாது. அந்த ஒரு சுதந்திரத்தை எல்லாருமே கொடுத்தாங்க சுற்றி இருந்தவங்க. இப்போ சுகாதான் அந்த ஆக்சண்ட் எல்லாம் பார்த்துக்கிறவர். ஓகே. அதை மாத்திரம்தான் அவர் கவனிச்சுட்டே இருந்தார். அது வந்து இந்த ஆக்சண்ட்னால கெட்டு போயிடக்கூடாதுங்கிறதுனால டப்பிங்கில் ஏதாவது இருந்ததுன்னா அட்ஜஸ்ட் பண்ணிக்கலாம், ரொம்ப அதை அழுத்தாதீங்க, உணர்ச்சிக்கு முதலிடம் அப்படின்னு தற்காப்புக்கு எல்லாம் பண்ணிக்கிட்டு இன்னொரு ஆல்டர்னேட் உங்களுக்கு பிடிக்கலன்னா இன்னொரு ஆல்டர்னேட் உங்கள் ஒரிஜினல் படி பண்ணிடலான்ட்டு 2 விதமாகவும் இந்த பாபநாசம்ங்கிற பேர் வச்சுக்கிறதுனால பாபநாசத்தை பற்றின ஒரு மென்ஷனும் இருக்கணும். அதுக்கு எங்கே நகர போகிறேன் என்னங்கிறது இது பண்ணிட்டு அவங்க எடுத்த விதமும் க்ளோஸ்அப் வேணுமா வேண்டாமா, அவங்க பேசும்போது என் க்ளோஸ்அப் வேணுமா, நான் பேசும்போது அவங்க க்ளோஸ்அப் வேணுமாங்கிறதெல்லாம் ஒரு பெரிய டெக்னிக்கல் முடிவு தானே அது. அது நீங்கள் பாருங்கள். அதுக்கப்புறம் படம் அங்கேயே பார்க்குற வசதி இப்போ இருக்குது. ஓகே. அதனால் அதை பார்த்துட்டு இல்லை எனக்கு வேணாம், ஷூட்டிங் முடிஞ்சிடுது எனக்கு அப்படின்னாரு டைரக்டர். இதோட முடிஞ்சது அவ்வளோதாங்க. இல்லை இன்னும் அந்த க்ளோஸ்அப் எடுத்துடலாமா உங்களுக்கு கேது, ஐ எம் சாட்டிஸ்ஃபைடு, இது போதும் அப்படின்னாரு. அதெல்லாம் ஒரு உதாரணம். தவிர எல்லாரும் கண்ணும் நனைந்திருந்தது, என்னுடைய கண் உள்பட. சுயம்பு லிங்கத்துடைய அழுகை வந்து பொய் இல்லை, நடிப்பு இல்லை. அதை தான் நான் சொல்ல கடமைப்பட்டிருக்கேன். நியூஸ் டு மீ அது மாதிரி ஹேப்பன் டு யூ அது மாதிரி குவைட் ஆஃபன். ஏன்னா ஐ பிகம் தட். ஏன்னா நம்ம அது எப்படி அது கொஞ்சம் முட்டாளகடி மாதிரி இருக்கார் நீங்கள். அது வந்து இழவு வீட்டுக்கு போனால் செத்தவர் உங்களுக்கு குறைவாக இருக்க வேண்டியதில்லை, அந்த சூழலில் அழுக வந்துடும். கரெக்டு. ஓகே. அதுதான் என்னை பொறுத்தவரையிலும் என்ன சினிமா நடிப்பு. அதில் சுயம்புலிங்கம் நான் நல்லன்னு தெரிஞ்சால் கூட சுயம்புலிங்கத்துக்காக அழும் அழுகை அது. ஆஃப்டர் திஸ் டீட் இது மாதிரி இந்த ஒரு மர்டர் ஒன்று ஆனதுக்கு அப்புறம் அப்படின்னு வரும்போது അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് കമലഹാസൻ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തതെന്ന് അത് നമുക്ക് വ്യക്തമാകും. പുള്ളി പറയുന്നതിൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പുള്ളി അതിനെ പഠിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ എന്തായാലും പുള്ളി കണ്ടു കാണും, കാണാതെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ആ കഥാപാത്രം അതാ പറഞ്ഞ ഗെട്ടിക്കാരൻ, പുള്ളി കള്ളത്തരങ്ങളൊക്കെ പഠിച്ച ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് ജോർജ് കുട്ടി എന്ന മോഹൻലാൽ കഥാപാത്രം. അതാ ക്ലൈമാക്സിൽ ആ പോർഷൻ വെച്ചിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമലഹാസൻ പറയുമ്പോൾ നമുക്കത് ഓൾറെഡി നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും ഏതൊക്കെ രീതിയിലാണ്. അപ്പം അതിനെ കളിയാക്കിയ ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് മോഹൻലാൽ ഭയങ്കര ധൈര്യമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും കമലഹാസൻ അതിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചതും, അത് രണ്ടും രണ്ട് രീതിയിലുള്ള അപ്രോച്ചായിരുന്നു. രണ്ട് കഥാപാത്രങ്ങളാക്കി ജോർജ് കുട്ടിയെ മാറ്റി. തമിഴിലെ ജോർജ് കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയി. അയാളൊരു പാവമാണ്, പക്ഷേ എന്നാലും കുടുംബത്തെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതാണ് അൾട്ടിമേറ്റ് സാധനം. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രക്ഷിക്കുക എന്നതാണ് ജിത്തു ജോസഫ് എന്ന കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ കമലഹാസൻ്റെ കഥാപാത്രം എന്ന് പറയുന്ന ജോർജ് കുട്ടി, സ്വയംഭുലിംഗം എന്ന് പറഞ്ഞ ആൾ ഭയങ്കര പാവമാണ്, ഇതിൽ പെട്ടുപോയി, എങ്ങനെയെങ്കിലും കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ. അതാണ് ആ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഒറ്റ ടേക്കിൽ അത് ഓക്കെ ആക്കി എന്നാണ് ജിത്തു ജോസഫ് അത് മതി എന്ന് പറഞ്ഞ കമലഹാസൻ പറയുന്നുണ്ട്. അയാൾ ആ കഥാപാത്രമായി മാറി. ജോർജ് കുട്ടി എന്ന് പറയുന്ന മോഹൻലാൽ ഭയങ്കര ധൈര്യശാലിയും ക്രൂക്കടുമാണ്. അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാം. ആ ധൈര്യം മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി അതവിടെ കാണിക്കുന്നു. അയാൾ അത്രയ്ക്ക് ധൈര്യത്തോടെയാണ് പറയുന്നത്, എൻ്റെ കുടുംബത്തോട് കളിച്ചാൽ തിരിച്ച് ചെയ്യാമെന്നറിയാമെന്നുള്ള രീതിയിലാണ് അത്. ആ രണ്ട് വ്യത്യാസം അതാണ് ഇവർ തമ്മിൽ മാറ്റിയത്. ബാക്കിയുള്ളവരെല്ലാം ഇരിക്കുന്നു എന്ന് ഇങ്ങനെയൊന്നും ഒന്നും ചിന്തിച്ചു പോലും കാണത്തില്ല. അതേ സിനിമ അതേപടി റീമേക്ക് ചെയ്ത് അഭിനയിച്ചു. ഡയറക്ടറിൻ്റെ ചോയ്സ് അതുപോലെ. പക്ഷേ കമലഹാസനിൽ എത്തിയപ്പോഴത്തേക്കുള്ള ഡിഫറൻസ് ആണ് ആ പാപനാശം എന്ന് പറയുന്ന ആ പേരിനോട് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് കഥാപാത്രവും കഥാപാത്ര സൃഷ്ടികളും ആ മോഡുലേഷൻ തന്നെ മാറി. അത് കമലഹാസനുള്ള ഫ്രീഡം കൊടുത്തു.
എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആവാൻ വേണ്ടിയിട്ടുള്ള. എനിക്ക് ജിത്തു ജോസഫ് എനിക്ക് തോന്നുന്നു കമലഹാസൻ ഇങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒറിജിനൽ മോഹൻലാൽ അവതരിപ്പിച്ച രീതിയിൽ തന്നെ അവിടെയും അവതരിപ്പിച്ചേനെ. പക്ഷേ കമലഹാസൻ ആയതുകൊണ്ട് ആ വലിയൊരു മാറ്റം, ആ ഒരു മാറ്റമാണ് നമ്മളെ ശരിക്കും ഞെട്ടിച്ചത്. അത് കമലഹാസൻ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. അത് ക്ലൈമാക്സിലെ വ്യക്തമാകത്തുള്ളൂ. ആ ക്ലൈമാക്സ് പോർഷൻ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് ആ കരഞ്ഞ് നിലവിളിച്ച് അതിനെ ഒത്തിരി പേര് ട്രോൾ ചെയ്തായിരുന്നു, ഈ മോഹൻലാലും കമലഹാസനും തമ്മിൽ ഇങ്ങനെ എന്തൊരു അഭിനയാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് വ്യത്യാസം. അത് ഭയങ്കര വ്യത്യാസമായിരുന്നു, ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു വ്യത്യാസം തന്നെയാണ്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അടുത്തതും ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ജിത്തു ജോസഫ് കമലഹാസൻ പറഞ്ഞിട്ടുണ്ട്, ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്. എനിക്ക് തോന്നില്ല ഇനിയിപ്പോൾ അത് കമലഹാസൻ ഞാൻ വരുമെന്നുള്ളത്. എന്താ ഗൗതമിയൊക്കെ പ്രശ്നമായിട്ട് നടക്കില്ലേ, അവരൊക്കെ ഇനി വരുമെന്ന് കണ്ടറിയാം. പക്ഷേ ജിത്തു ജോസഫ് തന്നെയായിരുന്നു അത് കമലഹാസൻ്റെ പാപനാശം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. മോഹൻലാൽ തന്നെ ബ്രില്യൻ്റായിട്ട് ഇപ്പം ഒരു സ്ഥലത്തൊക്കെ ചെന്ന് ഇതിൽ മോഹൻലാൽ എങ്ങനെ അഭിനയിക്കുമെന്നറിയാൻ കാത്തിരിക്കുന്ന ജിത്തു ജോസഫിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞെട്ടിച്ച അഭിനയം മോഹൻലാൽ തന്നു. ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ അങ്ങനത്തെ ചില മൊമെൻറ്റ്സുകളെ കുറിച്ച് ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കമലഹാസൻ്റെ കൂടെ ഡയറക്റ്റ് ചെയ്തപ്പം അതിലും ഗംഭീര മൊമെൻറ്റുകളായിരിക്കും. ഈ ക്ലൈമാക്സിലെ ഒരു സീൻ തന്നെ ഒറ്റ ഷോട്ടിൽ തീർന്നു എന്ന് പറയുമ്പോൾ, ഇത് മതി എന്ന് പറയുമ്പോൾ അതൊരു ഗംഭീര സീനായിരിക്കും. ഒറിജിനൽ ആയിട്ട് കരഞ്ഞ് അഭിനയിച്ച എന്നൊക്കെ പറയുമ്പോൾ കണ്ടിരിക്കുന്നവർക്ക് തന്നെ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന സീനായിരിക്കും കമലഹാസൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം അത് കമലഹാസനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ താരത്തിനും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു മോഡുലേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ആ ബ്രില്യൻറ്റ് ആക്ടറിൻ്റെ പുള്ളി ആക്ടർ അല്ലല്ലോ, എഴുത്തുകാരൻ, സിനിമയുടെ എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഇത് വരുത്തുള്ളൂ. അതാണ് പുള്ളി അത് ചെയ്തു വെച്ചത്. ഇതായിരുന്നു ആ ഡിഫറൻസ്. കമലഹാസൻ അത് നമുക്ക് പറഞ്ഞു തന്നില്ല ഗംഭീരമായിട്ട് തന്നെ. മോഹൻലാലും കമലഹാസനും തമ്മിലുള്ള വ്യത്യാസം ആ ദൃശ്യത്തിൽ നമ്മൾ പറയുന്ന കമ്പാരിസൺ അല്ല, ആ കഥയ്ക്ക് എന്താണ് വേണ്ടത് അത് വേറെ ലെവലിൽ കൊടുത്ത കമലഹാസനാണ്. അവിടെയാണ് ബ്രില്യൻസ്. അത് ഗംഭീരമായിട്ട്.